സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് സഭയിൽ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. സഭയിലെ എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന വൈദികരുടെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ. ഈ തിരുനാളിൽ നമുക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുനാളിൽ മംഗളങ്ങൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യം തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചിട്ട് ഈശോ പറയുകയാണ്, കർത്താവെ കർത്താവെ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അനേകം പേര് വരും, പക്ഷേ നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനൊരു മറുപടി കേൾക്കും, ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാൻ മാത്രം ഒരു ബന്ധം നമ്മളും ദൈവവും തമ്മിലുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. വിയാനി പുണ്യാളുടെ കഥ വായിക്കുമ്പോൾ നമുക്കറിയാം, ജോൺ മരിയ വിയാനി പുണ്യാളൻ ഈ ഇടവകങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ വിയാനി പുണ്യാളനും ദൈവവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ജോൺ മരിയ വിയാനിയുടെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരുപാട് പൈശാചികമായ ആക്രമണങ്ങൾ ഈ വിയാനി പുണ്യാളിന് ഉണ്ടാകുമ്പോഴും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത്, അല്ലെ? ഈശോയുമായിട്ട് അത്തരത്തിലുള്ളൊരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവെ കർത്താവെന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ, അവന് ദൈവവുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാകും. ഈ കണക്ഷനാണ് നിങ്ങളെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സഹായിക്കുക എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ ജോൺ മരിയ വിയാനിയെ പോലെ ദൈവവുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.